ചൈനീസ് പുലാവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻ പുലാവാണ്. അപ്പോൾ ഏകദേശം ഇത് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കേണ്ട അത്രയും ജോലി പോലും ഇല്ല. കാരണം റൈസ് വേറെ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചിക്കൻ ചേർത്തിട്ടും ചിക്കൻ ചൈനീസ് പുലാവ് റെഡിയാക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ചിക്കൻ ചേർക്കുന്നില്ല. വെജിറ്റേറിയൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. 240 ml 2 കപ്പാണ് എടുക്കുന്നത്. ഈ 2 കപ്പ് ബസ്മതി റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഈ അരി നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അരി സോക്ക് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിന്നൊരു പ്രഷർ കുക്കറിലാണ് പുലാവ് ഉണ്ടാക്കുന്നത്. സാധാരണ പാനിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഞാനിന്ന് പ്രഷർ കുക്കർ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ഈസിയാണ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ആ സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് അത് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ സമയം വഴറ്റൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത ഭാഗമാണ് ചേർത്തിരിക്കുന്നത്. അതായത് വേരിൻ്റെ ഭാഗത്തുള്ള ആ വെളുത്ത കളറിലുള്ള ഭാഗം കട്ട് ചെയ്തത് 1/2 കപ്പ് വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ചേർക്കണം. ആദ്യം ഇതുപോലെ വെളുത്ത ഭാഗം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 1/4 കപ്പ് വരെ ഗ്രീൻ പീസും കൂടി ചേർക്കാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. സാധാരണ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് വേവിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റാൻ. എന്നിട്ടൊരു 2-3 മിനിറ്റെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വേവണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് വഴറ്റുക. 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കാം. ചില്ലി സോസ് കയ്യിലില്ലെങ്കിൽ ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്താലും മതി. 2 ടീസ്പൂൺ വിനാഗിരി അതായത് സിർക്ക ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ സോസ് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച അരിയിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരി മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി പൊടിഞ്ഞു പോകാതെ നല്ല സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ. അരിയും വെജിറ്റബിൾസും സോസുകളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ അതായത് നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എണ്ണ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന അരി വേവുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല, വേറെ വേറെ ആയിട്ട് കിട്ടും. എള്ളെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. പക്ഷേ പൊതുവേ ചൈനീസ് ഐറ്റംസിലൊക്കെ നമ്മൾ എള്ളെണ്ണ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എള്ളെണ്ണ കയ്യിലില്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർക്കാം. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരുന്നത്, അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ കളറിലുള്ള ഭാഗവും കൂടി ചേർക്കാം. ഏകദേശം 1/2 കപ്പോളം ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരിയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. 2 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടിട്ട് എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. 2 വിസിലിന് ശേഷം ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു നല്ല ചൂടുള്ളത് കൊണ്ടാണ് കുറച്ചൊരു ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നുന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പി കഴിയുമ്പോഴേക്കും ഇത് നല്ല പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി വെജിറ്റബിൾ പുലാവ്, അതായത് ചൈനീസ് പുലാവ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. പുലാവ് ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. ഈ പുലാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിരുന്നു ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരുന്നു ചൈനീസ് പുലാവും ഗോബി മഞ്ചൂരിയനും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ പുലാവ് തീർച്ചയായും ഇഷ്ടമാവും. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്